6ാമത്തെ നിയോഗമായിട്ടായിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്നുള്ളത്, രണ്ടാമതൊരു കുഞ്ഞ് വേണമെന്നുള്ളത് എഴുതിയിരുന്നത്. എന്നാൽ പിന്നത്തെ ഞായറാഴ്ച തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അറിഞ്ഞു. മോള് ജനിച്ച് 14 കൊല്ലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാൻ ഈ പ്രഗ്നൻ്റ് ആയത്. അതിന് മുന്നേ 4 പ്രാവശ്യം ഞാൻ പ്രഗ്നൻ്റ് ആവുകയും അത് 4 അബോർഷനായി പോവുകയുമായിരുന്നു. ഇനിയൊരു കുട്ടി ഉണ്ടാവില്ല എന്നുള്ളത് പൂർണ്ണ ഒരു വിശ്വാസം തന്നെയായിരുന്നു ഞങ്ങൾ. എന്നാൽ ഉടമ്പടിത്തിന് ഫലമായിട്ട് മാതാവ് ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. പലവിധ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം തരണം ചെയ്താണ് ഞങ്ങൾക്ക് മാതാവ് ഈ കുഞ്ഞിനെ തന്നത്. അതുകൂടാണ്ട് പെങ്ങളുടെ മോൾക്ക് ഗർഭിണിയായിരുന്ന സമയത്ത് 5ാം മാസ സ്കാനിങ്ങിൽ കുഞ്ഞിന് ഹാർട്ടിന് കംപ്ലൈൻ്റ് ആണെന്ന് പറയുകയും കുഞ്ഞിന് ജനിച്ചാൽ തന്നെ എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ മാതാവിന് നേർച്ച വസ്തുക്കൾ കൊടുത്തു വിടുകയും അത് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ഫലമായി പിന്നത്തെ ടെസ്റ്റിൽ കുഞ്ഞിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലെന്നും പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ അവർക്ക് മാതാവ് നൽകുകയും ചെയ്തു. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പണി 8 കൊല്ലമായിട്ടും തീരാതെ കിടക്കുകയായിരുന്നു. അത് 3ാമത്തെ നിയോഗമായിട്ടാണ് ഞാൻ വെച്ചിരുന്നത്. അതും മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. പിന്നെ ഞങ്ങൾക്ക് എൻ്റെ ചേട്ടൻ്റെ വിവാഹം അത് നടന്നിട്ടില്ല. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഞാൻ അപേക്ഷിക്കുന്നു. അവിടെ ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യതയും മാറുന്നതിന് വേണ്ടി എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.